ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളിയാര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC-യുടെ അധ്യക്ഷ പദവിയിലിരുന്ന ഏക മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതിയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമാണ് IRNSS. മറക്കരുത്, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? IRNSS എന്നാണ്. ഏതു നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കരമനയാറ്. ഏതു നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കരമനയാറിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷ പദവിയിലെത്തുന്ന മലയാളിയാരെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനം അറിയപ്പെടുന്ന പേര് IRNSS എന്നാണ്. ഏത് നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കരമനയാറിലാണ്. പഠിക്കുക. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ്. ഹോർത്തൂർ മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കിഴിയൂർ ബോംബ് കേസ്. മറക്കരുത്, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ചോദിച്ചാൽ കിഴിയൂരിലെ ബോംബാക്രമണം അല്ലെങ്കിൽ ബോംബ് കേസാണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമറ്റൻ. മറക്കരുത്, ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? അത് ഹർമറ്റൻ ആണ്. കോറമണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരസമതലം. കോറമണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കിഴിയൂർ ബോംബ് കേസ് അല്ലെങ്കിൽ ബോംബാക്രമണം. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമറ്റൻ ആണ്. കോറമണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. മലബാർ മാനുവൽ രചിച്ചതാരാണ്? വില്യം ലോഗൻ ആണ്. കുണ്ട്ര വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ട്ര വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെയാണ്? ശിവഗിരിയാണ്. തുമ്പയിൽ നിന്നും ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേര് നെയ്ക് അപ്പാച്ചെ. പഠിച്ചോളനെ, തുമ്പയിൽ നിന്നും ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേരെന്താണ്? നെയ്ക് അപ്പാച്ചെ എന്നാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഡോക്ടർ BR അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഡോക്ടർ BR അംബേദ്കർ ആണ്. നെഹ്റുവിനോടൊപ്പം പഞ്ചശീൽ തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായി ആണ്. നെഹ്റുവിനോടൊപ്പം പഞ്ചശീൽ തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാ? ചൗ എൻ ലായി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലബാർ മാനുവൽ രചിച്ചതാരാ? വില്യം ലോഗൻ ആണ്. കുണ്ട്ര വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ചോദിച്ചാൽ അത് ശിവഗിരിയാണ്. തുമ്പയിൽ നിന്നും ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേര് നെയ്ക് അപ്പാച്ചെ. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. നെഹ്റുവിനൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? ചൗ എൻ ലായി ആണ്. പഠിക്കുക. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പെഡോളജി. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. കുമരകം ഏതു കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട് കായലിന്റെ തീരത്ത്. ഇമ്പോർട്ടന്റ് ആണ്. കുമരകം ഏതു കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട് കായലിന്റെ തീരത്താണ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം സൂക്രോസ് ആണ്. ടേബിൾ ഷുഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം
സൂക്രോസ് ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാര അയ്യങ്കാളിയാണ്. LMSന്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. LMSന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂർ ആയിരുന്നു. CMSന്റെ പ്രവർത്തന മേഖലയാണെങ്കിൽ അത് കൊച്ചിയും തിരുവിതാംകൂറും. പഠിച്ചോളനെ, CMSന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? കൊച്ചിയും തിരുവിതാംകൂറും. LMSന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? അത് തിരുവിതാംകൂറിൽ മാത്രമായിരുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എത്രയാണ്? 1888 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പെഡോളജി. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. കുമരകം ഏതു കായലിന്റെ തീരത്താണ്? വേമ്പനാട് കായലിന്റെ. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം സൂക്രോസ് ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. LMSന്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. CMSന്റെ പ്രവർത്തന മേഖലയാണെങ്കിൽ അത് കൊച്ചിയും തിരുവിതാംകൂറിലും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. പഠിക്കുക. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഭൂനികുതിയാണ്. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ചോദിച്ചാൽ അത് ഭൂനികുതിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വ്യക്തിത്വം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തിത്വം ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ അഥവാ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിത്വം ആരാണ്? അത് ഫസൽ അലിയാണ്. അല്ലെങ്കിൽ ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം ചോദിച്ചാലും അത് ഫസൽ അലിയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിൽ മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിൽ മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം എന്നറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയൽ. ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളമാണ് കോണ്ടൂർ രേഖകൾ. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ധാരാതലീയ ഭൂപടങ്ങളില് ഉയരം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അടയാളമാണ് കോണ്ടൂർ രേഖകൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചേര ഭരണകാലത്ത് പദഭാരം എന്നറിയപ്പെട്ടുന്ന നികുതി ഭൂനികുതി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ഫസൽ അലിയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിൽ മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം എന്ന് ചോദിച്ചാൽ അത് മലയാളി മെമ്മോറിയല്. ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളം അല്ലെങ്കിൽ രേഖകളെ എന്ന് ചോദിച്ചാൽ അത് കോണ്ടൂർ രേഖകളാണ്. പഠിക്കുക. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ കാരക്കോറം മലനിരകൾ. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചുള്ള പഠിച്ചോളനെ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകളെ എന്ന് ചോദിച്ചാൽ അത് കാരക്കോറം മലനിരകള്. അല്ലെങ്കിൽ PSC പറഞ്ഞിരിക്കും ഏതാണ്? ട്രാൻസ് ഹിമാലയം എന്ന്. പഠിച്ചോളനെ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകളെ ചോദിച്ചാൽ കാരക്കോറം മലനിരകള്. അല്ലെങ്കിൽ PSC ഉത്തര സൂചികയിൽ എന്ത് വരും? ട്രാൻസ് ഹിമാലയം എന്ന് വരും. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ്. ഉണ്ണി നമ്പൂതിരി ഏതിന്റെ പ്രസിദ്ധീകരണമാണ്? ഉത്തരം യോഗക്ഷേമ സഭയുടെ. ഉണ്ണി നമ്പൂതിരി ഏതിന്റെ പ്രസിദ്ധീകരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണമാണ്. മനുഷ്യനിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് പല്ലിന്റെ ഇനാമലാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്ന് ചോദിച്ചാൽ പല്ലിന്റെ ഇനാമലാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ചെന്നൈയാണ്. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി സംഭരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. കേരള നിയമസഭയില് പട്ടികവർഗക്കാർക്ക് വേണ്ടി സംഭരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ചോദിച്ചാൽ കാരക്കോറം മലനിരകള്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. ഉണ്ണി നമ്പൂതിരി ഏതിന്റെ പ്രസിദ്ധീകരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗക്ഷേമ സഭയുടെ. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് പല്ലിന്റെ ഇനാമലാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി സംഭരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 2 ആണ്. പഠിക്കുക. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ. പഠിച്ചോളെ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തത്തിൽ കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരന്റെയും കടമയാണെന്ന് പറയുന്നത്? ഉത്തരം ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? 50 പ്രകാരം. കേട്ടോ. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരന്റെയും കടമയാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് 50-ാം വകുപ്പ് പ്രകാരമാണ്.
OV വിജയന്റെ കടൽത്തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം ചോദിച്ചാൽ അത് വധശിക്ഷയാണ്. OV വിജയന്റെ കടൽത്തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ അത് വധശിക്ഷയാണ്. വായു മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന പരിധി എത്രയെന്ന് ചോദിച്ചാൽ അത് 50 ആണ്. അത് പഠിച്ചോളനെ. വായു മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന പരിധി ഏതെന്ന് ചോദിച്ചാൽ അത് 50 ആണ്. കേരള കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ല. കേരള കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തത്തിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരന്റെയും കടമയാണ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ 50-ാം വകുപ്പ് പ്രകാരം. OV വിജയന്റെ കടൽത്തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം വധശിക്ഷയാണ്. വായു മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന പരിധി എത്രയെന്ന് ചോദിച്ചാൽ അത് 50 ആണ്. കേരള കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ല. പഠിക്കുക. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിലെ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ശബ്ദം അളക്കുന്നതിന്റെ തോത് ഏതാണ്? ഡെസിബൽ വെച്ചിട്ടാണ് കേട്ടോ. ശബ്ദം അളക്കുന്നതിന്റെ തോത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഡെസിബൽ ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. പഠിച്ചോളനെ. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ സാമൂഹ്യ നീതിക്കും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയായിരുന്നു. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക. സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം എന്താണ്? ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മനുഷ്യരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. ശബ്ദം അളക്കുന്നതിന് തോത് അറിയപ്പെടുന്ന പേരെന്താ? ഡെസിബൽ എന്നാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? സാമൂഹ്യ നീതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയായിരുന്നു. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം എന്താണ്? ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. പഠിക്കുക. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കെ കരുണാകരൻ. പഠിച്ചോളനെ. പതറാതെ മുന്നോട്ട് എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് കെ കരുണാകരന്റെയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാ? AR രാജരാജവർമ്മയാണ്. ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ രാമനാട്ടം. ഏതു കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് രാമനാട്ടമാണ്. ഇന്ത്യൻ പ്രാദേശിക സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ. ഇന്ത്യൻ പ്രാദേശിക സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാ സുഹൃത്തുക്കളെ? 5.5 മണിക്കൂറാണ്. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. പുകയില ചെടിയുടെ ഏത് ഭാഗമാണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത് ചോദിച്ചാൽ അത് ഇലകളിലാണ്. പണ്ട് ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇലകളിലാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? കെ കരുണാകരന്റെ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ AR രാജരാജവർമ്മ. ഏതു കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് രാമനാട്ടം. ഇന്ത്യൻ പ്രാദേശിക സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ വിവേകാനന്ദൻ അഥവാ സ്വാമി വിവേകാനന്ദൻ. പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത് ചോദിച്ചാൽ ഇലകളിലാണ്. പഠിക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ജനറൽ റെജിനാൾഡ് ഡയർ ആയിരുന്നു. ഏതു വർഷം പാസാക്കിയ ചാർട്ടർ ആക്ട് അനുസരിച്ചാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്? 1813 ചാർട്ടർ ആക്ട് പ്രകാരം. മറക്കല്ലേ. ഏതു വർഷം പാസാക്കിയ ചാർട്ടർ ആക്ട് അനുസരിച്ചാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ 1813 പാസാക്കിയ ചാർട്ടർ ആക്ട് പ്രകാരം. നീലം കർഷകർക്ക് വേണ്ടി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് ബീഹാറിലാണ്. നീലം കർഷകർക്ക് വേണ്ടി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്.
ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി അരുന്ധതി റോയ്. പഠിച്ചോളെ, ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അത് അരുന്ധതി റോയ് ആണ്. പവർ അളക്കുന്ന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടാണ്. പഠിച്ചോളുക, പവർ അളക്കുന്ന യൂണിറ്റ് എന്താ സുഹൃത്തുക്കളെ? അത് വാട്ടാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ഏത് വർഷം പാസാക്കിയ ചാർട്ടർ ആക്ട് അനുസരിച്ചാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്? 1813 ചാർട്ടർ ആക്ട് പ്രകാരം. നീലം കർഷകർക്ക് വേണ്ടി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി അരുന്ധതി റോയ് ആണ്. പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ടാണ്. പഠിക്കുക. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ജോർജ് വർഗീസ്. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വർഗീസ് ആണ്. ഗുർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? പാബ്ലോ പിക്കാസോയാണ്. പഠിച്ചോളെ, ഗുർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? പാബ്ലോ പിക്കാസോയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഏത് നദിയിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിൽ. ഏത് നദിയിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് കബനി നദിയിലാണ്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക് ആണ്. പഠിച്ചോളെ, ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം ആണ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാ? അത് സെറിബ്രം ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ജോർജ് വർഗീസ്. ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരെന്ന് ചോദിച്ചാൽ പാബ്ലോ പിക്കാസോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഏത് നദിയിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് കബനി നദിയില്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അത് സിങ്ക് ആണ്. കാഴ്ചയെ കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ചെന്നൈ ആണ്. പഠിച്ചോളെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ചോദിച്ചാൽ അത് ചെന്നൈയാണ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ളേ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പരിവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പരിവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ചെന്നൈ. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്ന് ചോദിച്ചാൽ കാൽസ്യം കാർബണേറ്റ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയിലെ ആദ്യ പരിവേഷണ കേന്ദ്രം ഏതാണ്? ഹിമാദ്രിയാണ്. പഠിക്കുക. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പരിവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. തമ്മിൽ തിരിഞ്ഞു പോകും. അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ ആദ്യത്തെ പരിവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ദക്ഷിണ ഗംഗോത്രിയാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് സ്ഥാനു രവിവർമ്മ. മറക്കരുത്, തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? അത് സ്ഥാനു രവിവർമ്മയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്കാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1994. കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1994. സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. സംയോജിത ശിശു വികസന പദ്ധതി എന്നറിയപ്പെടുന്ന ICDS അഥവാ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1975 ഒക്ടോബർ 2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് കെ2 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആരാ? മൗണ്ട് കെ2 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പരിവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഗംഗോത്രിയാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് സ്ഥാനു രവിവർമ്മ. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം ചോദിച്ചാൽ ഡെൻമാർക്കാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1994. സംയോജിത ശിശു വികസന പദ്ധതിയായ ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് കെ2 ആണ്. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുട്ടാണ്. ഉത്തരാർദ്ധ ഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം ജൂൺ 21 ആണ്. പഠിച്ചോളനെ, ഉത്തരാർദ്ധ ഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിനം ഏതാണ്? അത് ജൂൺ 21 ആണ്.
ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സാവിത്രി, ലൈഫ്, ഡിവൈൻ എന്നീ പുസ്തകങ്ങൾ രചിച്ചതാണ് അരബിന്ദ് ഘോഷ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സാവിത്രി, ലൈഫ്, ഡിവൈൻ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് അരബിന്ദ് ഘോഷാണ്. തണ്ണിമത്തൻ ഏതുതരം വിളയാണ്? ഒരു സെയ്തു വിളയാണ്. തണ്ണിമത്തൻ ഏതുതരം വിളയാണ്? ഒരു സെയ്തു വിളയാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ഹിരാക്കുട്ടാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 21. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സാവിത്രി, ലൈഫ്, ഡിവൈൻ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് അരബിന്ദ് ഘോഷാണ്. തണ്ണിമത്തൻ ഏതുതരം വിളയാണ്? സെയ്തു വിളയാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം 1400 ഗ്രാം ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചോളനെ, ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 2008 ഒക്ടോബർ 22-നാണ്. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്കയുടെ രാസനാമം എന്താ? കാൽസ്യം ഓക്സൈഡ് ആണ്. അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കർണാടക സംസ്ഥാനത്തിൽ. അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക സംസ്ഥാനത്തിൽ. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. ISRO അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1969. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം വടക്കൻ പറവൂറാണ്. പഠിച്ചോളനെ, കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ചോദിച്ചാൽ അത് വടക്കൻ പറവൂറാണ്. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണിപ്പുഴയാണ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പ് ആണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് O ഗ്രൂപ്പ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം വടക്കൻ പറവൂർ. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണിപ്പുഴ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ്? O ഗ്രൂപ്പ് ആണ്. പഠിക്കുക. ഡോട്ട് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ഉത്തരം ക്ഷയമാണ്. പഠിച്ചോളനെ, ഡോട്ട് ചികിത്സാ രീതി എന്ന് പറയുന്നത് ഏത് രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയരോഗത്തിനെതിരെയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ്. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ലോക വനിതാ ദിനം മാർച്ച് 8 ആണ്. ലോക വനിതാ ദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 8 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ആയിരുന്നു കേട്ടോ. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെട്ടിരുന്നത് ഉറുദു ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡോട്ട് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ക്ഷയത്തിന്റെ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ലോക വനിതാ ദിനം മാർച്ച് 8. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? ഉറുദു ആയിരുന്നു. പഠിക്കുക. ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഹരിതഗൃഹ പ്രഭാവത്തിൽ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിൽ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇന്ത്യൻ ഭരണഘടന 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദം പ്രതിപാദിക്കുന്നത് പൗരത്വത്തെ പറ്റി. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദം പ്രതിപാദിക്കുന്നത് പൗരത്വത്തെ പറ്റി. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ സംസ്ഥാനത്ത്. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷ സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം ചോദിച്ചാൽ അത് കോട്ടൂരാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ചോദിച്ചാൽ അത് കല്ലടയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ സുഹൃത്തുക്കളെ? കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ISRO രൂപീകൃതമായ വർഷം 1969. ISRO രൂപീകൃതമായ വർഷം 1969. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദം പ്രതിപാദിക്കുന്നത് പൗരത്വത്തെ പറ്റി. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത്
സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഒഡീഷ സംസ്ഥാനം. കേരളത്തിൽ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നത് കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകം. അത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ISRO രൂപീകൃതമായ വർഷം 1969. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ തമിഴാണ്. ഇന്ത്യയില് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ എന്ന് ചോദിച്ചാൽ അത് തമിഴാണ്. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്ന ആനന്ദമതം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നോവലാണ്. വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്ന ആനന്ദമതം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോവലാണ്. സംസ്ഥാനത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. സംസ്ഥാന തലത്തിലെ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകായുക്തയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദും കാശ്മീരും ജുനഗഡും. മറക്കല്ലേ, ഒരുപാട് തവണ ചോദിച്ചതാണേ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയില് യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ്, കാശ്മീരും ജുനഗഡുമാണ്. മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. മിശ്ര വിവാഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയതായിരുന്നു ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ തമിഴാണ്. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മില്. വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്ന ആനന്ദമതം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് നോവലാണ്. സംസ്ഥാനത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്തയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവയാണ്. മിശ്ര വിവാഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. അതായത് GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 27. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. കേരളത്തിലെ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായിരുന്ന കേരളവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. ദൂരദർശൻ ആരംഭിച്ച വർഷം 1976 ഏപ്രിൽ മാസം 1-ാം തീയതി. ദൂരദർശൻ ആരംഭിച്ച വർഷം 1976 ഏപ്രിൽ മാസം 1-ാം തീയതി. ക്യൂണികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂണികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ? മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി കണ്ണൻ ദേവൻ കമ്പനി. ദൂരദർശൻ ആരംഭിച്ച വർഷം 1976 ഏപ്രിൽ 1. ക്യൂണികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. പഠിച്ചോളെ, ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ ചലനം എന്തുതരം ചലനമാണ്? ഘൂർണന ചലനം. ചോദിച്ച ചോദ്യമാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണം എന്ന് ചോദിച്ചാല് ഘൂർണന ചലനത്തിന് ഉദാഹരണം. ആവർത്തന പട്ടികയിൽ 17-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് പെടുന്നത്? ഹാലജൻ കുടുംബം. ആവർത്തന പട്ടികയിലെ 17-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ഹാലജൻ കുടുംബത്തിലാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയുന്നതിന് വേണ്ടി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് തോമസ് ആൽവ എഡിസൺ ആണ്. ചോദിച്ചുള്ള ചോദ്യമാണ്.
തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് തോമസ് ആൽവ എഡിസൺ ആണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പഠിച്ചോളെ, നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഒന്നുകൂടി പറയാം, ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിനാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ അത് ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ്. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് ഹാലജൻ കുടുംബത്തില്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ആണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ബെന്യാമിനാണ്. അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ബെന്യാമിനാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കടൽ സസ്യം ഏതാണ്? ആൽഗകളാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങളാണ് ആൽഗകൾ. തിരതടവും തിരശിഖരവും തമ്മിലുള്ള ലംബമായ ദൂരം അറിയപ്പെടുന്ന പേരാണ് ഉന്നതി. തിരതടവും തിരശിഖരവും തമ്മിലുള്ള ലംബമായ ദൂരം അറിയപ്പെടുന്ന പേരാണ് ഉന്നതി. ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ആവർത്തന പട്ടികയില് എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം എന്നറിയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം എന്നറിയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ബെന്യാമിനാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽഗകളാണ്. തിരതടവും തിരശിഖരവും തമ്മിലുള്ള ലംബമായിട്ടുള്ള ദൂരം അറിയപ്പെടുന്ന പേരാണ് ഉന്നതി. ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം അറിയപ്പെടുന്ന പേര് സെക്രട്ടേറിയറ്റ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം വനേഡിയം പെന്റോക്സൈഡ് ആണ്. കേരളത്തിൽ ഏറ്റവും തെക്കേയറ്റത്തായുള്ള നദി നെയ്യാറാണ്. കേരളത്തിൽ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി നെയ്യാറാണ്. സസ്യങ്ങൾ ശ്വസനത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. സസ്യങ്ങൾ ശ്വസനത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. DPT വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ. DTP വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ. 1977 ഗ്രീൻ ബെൽറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ അത് വാൻകാരി മാതായി ആണ്. 1977 ഗ്രീൻ ബെൽറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വാൻകാരി മാതായി ആണ്. എല്ലാ പ്രവൃത്തികൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് ന്യൂട്ടന്റെ ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3ാം ചലന നിയമം. എല്ലാ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് ന്യൂട്ടന്റെ ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ 3ാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2015 ജനുവരി 1 മുതൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ്. മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏതു താലൂക്കാണ് കേരളത്തിനോടൊപ്പം കൂടിച്ചേർത്തത്? ഹോസ്ദുർഗാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരളത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോസ്ദുർഗാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. ഏത് വർഷമാണ് NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1952. എത്രയിലാണ്? 1952 NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകൃതമായത്. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാട്യാലയാണ്. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാട്യാലയാണ്. ഒന്നുകൂടി പറയാം, 2015 ജനുവരി 1 മുതൽ ആസൂത്രണ കമ്മീഷന് പകരമായി പുതുതായി നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിന്റെ. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ്
കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ കേരളത്തിനോട് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ അത് ഹോസ്ദുർഗാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. ഏത് വർഷമാണ് NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത്? 1952. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാട്യാലയാണ്. കരിന്തണ്ടൻ ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് MN വെങ്കിടാചലമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MN വെങ്കിടാചലമായിരുന്നു. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. കേരള കാർഷിക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കേരള കാർഷിക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഫൊവാർഡ് ആണ്. ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഫൊവാർഡ് ആണ്. സമ്മതിദായകരുടെ ദേശീയ ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 25. സമ്മതിദായകരുടെ ദേശീയ ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 25. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? MN റോയി ആണ്. വിദേശകാര്യങ്ങള് ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചതാരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രസ്താവിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കരിന്തണ്ടൻ ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് MN വെങ്കിടാചലം. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച്. കേരള കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഫൊവാർഡ് ആണ്. സമ്മതിദായകരുടെ ദേശീയ ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 25. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? MN റോയി ആണ്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുന്നെന്ന് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ഗോവിന്ദറാവു ഫുലെയാണ്. സത്യശോധക് സമാജം ആരംഭിച്ചത് ഗോവിന്ദറാവു ഫുലെയാണ്. പാലസ്തീൻ വിമോചന സംഘടന രൂപീകൃതമായ വർഷം 1964. പാലസ്തീൻ വിമോചന സംഘടന രൂപീകൃതമായ വർഷം 1964. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ജോൺ പെനി ക്യുക്ക് ആണ്. മുല്ലപ്പെരിയാറിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഡാമിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോൺ പെനി ക്യുക്ക് ആണ്. നെഹ്റു പുരസ്കാരം നേടിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ജൊനാസ് സാൽക്ക് ആണ്. നെഹ്റു പുരസ്കാരം നേടിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ജൊനാസ് സാൽക്ക് ആണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ്. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് മഞ്ഞയാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് മഞ്ഞയാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാറാണ്. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാറാണ്. കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. വിമോചന സമരം നടന്ന വർഷം 1959. വിമോചന സമരം നടന്ന വർഷം 1959. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 24 പഠിക്കുക. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രോസസ്സ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ഏത് രാജ്യത്ത് നിന്നാണ് പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്ന്. ഏത് രാജ്യത്ത് നിന്നാണ് പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം
പണിയരാണ്. സൗരയൂഥത്തിൽ ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ സി ആണ്, അല്ലെങ്കിൽ ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഭിലായ് ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഭിലായ് ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്ന് ചോദിച്ചാൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അല്ലെങ്കിൽ തുടയലാണ് കേട്ടോ. തുടയല് അല്ലെങ്കിൽ ഫീമർ ആണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത്. ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ് ആണ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ് ആണ്. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലെന്ന് ചോദിച്ചാൽ മിഥുനം രാശിയില്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം റഷ്യയാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം റഷ്യയാണ്. ഇന്ത്യയുമായി വിദേശ നയത്തിൽ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ചേരിചേരാ നയം. ഇന്ത്യയുടെ വിദേശ നയത്തിന് അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ അത് ചേരിചേരാ നയമാണ്. അതുപോലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിലെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ടൈറോസ് ആണ്. പഠിച്ചോളേ, ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ടൈറോസ് ആണ്. ഭരണഘടനയിൽ 330 മുതൽ 342 വരെയുള്ള വകുപ്പുകൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ചോദിച്ചാല് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പറ്റിയിട്ട്. ഭരണഘടനയില് 330 മുതൽ 342 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം പട്ടികജാതി പട്ടികവർഗങ്ങളെ പറ്റി. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂളാണ് 2ാം ഷെഡ്യൂൾ. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂളാണ് 2ാം ഷെഡ്യൂൾ. പഠിക്കുക. ഐസ് ഹോക്കി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ്? കാനഡയുടെ. ഐസ് ഹോക്കി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയുടേതാണ്. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരി നദിയുടെ. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർഗർ ആണ്. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർഗർ ആണ്. അതുപോലെ തന്നെ സമരം തന്നെ ജീവിതമെന്ന് ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ്. സമരം തന്നെ ജീവിതമാണ് ആത്മകഥയാണ് VS അച്യുതാനന്ദനെയാണ്. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളതെന്ന് ചോദിച്ചാൽ ഏക പൗരത്വമാണ്. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമുണ്ടെന്ന് ചോദിച്ചാൽ അത് ഏക പൗരത്വമാണ്. പഠിക്കുക. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 14 ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. ഒളിമ്പിക്സിലെ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സാക്കി കുറച്ച് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി 61 ഭരണഘടനാ ഭേദഗതി. പഠിക്കുക. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാരാ? ദാദാഭായ് നവറോജിയാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എ ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ് എന്ന പുസ്തകം ആരുടെ സംഭാവനയാണ്? ഉത്തരം രാജാ റാം മോഹൻ റോയുടെ. എ ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ് എന്ന പുസ്തകം ആരുടെ സംഭാവനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാ റാം മോഹൻ റോയുടേതാണ്. അസ്പർശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ജാതി വിരുദ്ധ സമരം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അസ്പർശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജാതി വിരുദ്ധ സമരം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ഏതാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ നമുക്ക്. 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
എ ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ് എന്ന പുസ്തകം ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാ റാം മോഹൻ റോയുടേതാണ്. അസ്പൃശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജാതി വിരുദ്ധ സമരം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വമാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. പഠിക്കുക. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുവാൻ കാരണം എന്താണ്? ഉത്തരം എന്താ? ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു കേട്ടോ, ഒന്ന് ഓർത്തു വെച്ചോളണേ. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് ഇന്ത്യക്കാരായ ആരും അതിലെ അംഗമല്ലായിരുന്നു. ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ആരെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ബി നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അതാരാ? നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. പഠിച്ചോളനെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിത്വം സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിത്വമാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുവാൻ കാരണം ചോദിച്ചാൽ ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു. ഗുരുദേവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിത്വം നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിത്വം സുഭാഷ് ചന്ദ്രബോസ് ആണ്. പഠിക്കുക. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് മീററ്റിൽ നിന്ന്. ഇപ്പോഴും PSC റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന് ചോദിച്ചാൽ അത് മീററ്റിൽ നിന്നുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 ഡിസംബർ മാസം 12-ാം തീയതി. നല്ലൊരു ചോദ്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാൽ 1911 ഡിസംബർ മാസം 12-ാം തീയതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ചിങ് പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ചിങ് പ്രഭുവാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബംഗാൾ ദ്വിഭരണം നടപ്പിലാക്കിയതാരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 ഡിസംബർ മാസം 12-ാം തീയതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ചിങ് പ്രഭു. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിതമായ വർഷം 1857. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിതമായ വർഷം 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ഒക്ടോവിയോ ഹ്യൂം എന്നറിയപ്പെടുന്ന AO ഹ്യൂം ആണ്. ന്യൂ ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ളയാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണപരിഷ്കരണം അറിയപ്പെടുന്ന പേരാണ് മിന്റോ മോർലി ഭരണപരിഷ്കരണം. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കരണം അറിയപ്പെടുന്ന പേരാണ് മിന്റോ മോർലി പരിഷ്കരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിതമായ വർഷം 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. ന്യൂ ഇന്ത്യ പത്രം പ്രസിദ്ധീകരിച്ചത് ആനി ബസന്റ് ആണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണപരിഷ്കരണം അറിയപ്പെടുന്ന പേരാണ് മിന്റോ മോർലി നിയമം. പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി
പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി സരോജിനി നായിഡു. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആരാണെന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. റാണി ഗൈഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റാണി ഗൈഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിത്വമാരാണ് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാരാണ് സരോജിനി നായിഡു ആണ്. റാണി ഗൈഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഗുജറാത്തി ഭാഷയില്. നമുക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏത് ഭാഷയിലാണ് രചിച്ചത്? അത് ഗുജറാത്തി ഭാഷയിലാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതാരാ? ഗാന്ധിജിയാണ് കേട്ടോ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിത്വമാരാണ്? ഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാ? ബാലഗംഗാധര തിലകന്റെ വാക്കുകൾ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. പൂർണ്ണ സ്വരാജ്യം പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണെന്ന് ചോദിച്ചാല് ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചാല് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാരാണ്? ജനറൽ ഡയർ ആണ്. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച പോയിന്റ് ആണ് ഇതൊക്കെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാരാണ്? ജനറൽ ഡയർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ഗുജറാത്തി ഭാഷയില്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകന്റെ വാക്കുകൾ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ ലാഹോർ സമ്മേളനത്തിൽ വെച്ച്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാരാണ്? ജനറൽ ഡയർ ആണ്. വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പഠിച്ചോളെ, വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ്. അൽ ഹിലാൽ ആരുടെ പത്രമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. അൽ ഹിലാൽ പത്രം ആടെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ എന്നറിയപ്പെടുന്നത്. പിന്തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതിന് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെയാണ്. പഠിച്ചോളനെ, പിന്തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് 1942. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബെസന്റ് ആണ്. അൽ ഹിലാൽ ആരുടെ പത്രമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. പിന്തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ അത് ക്രിപ്സ് മിഷനെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942. പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ ആർമി അംഗമായിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ലക്ഷ്മി. കഴിഞ്ഞ ദിവസം ബാങ്ക് OA എഴുതിയ സുഹൃത്തുക്കളാണെങ്കിൽ അറിയാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ ആർമി അംഗമായിരുന്ന വ്യക്തിത്വം ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. 1922 ഫെബ്രുവരി മാസം 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം. 1922 ഫെബ്രുവരി മാസം 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം എന്നറിയപ്പെടുന്നത് എന്താ? ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ബാലഗംഗാധര തിലകനാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. പഠിച്ചോളനെ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മലയാളിയായ ആദ്യത്തെ പ്രസിഡന്റ് ആരാ?
ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അംഗമായ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. കഴിഞ്ഞ ബാങ്കോയുടെ ക്വസ്റ്റ്യൻ. 1922 ഫെബ്രുവരി മാസം 5-ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം എന്നറിയപ്പെടുന്നത് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാര ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പഠിക്കുക. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അതും ലാഹോർ സമ്മേളനം തന്നെയാണ്. പഠിച്ചോളനെ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം എന്നറിയപ്പെടുന്നത് ലാഹോർ സമ്മേളനമാണ്. താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തിത്വം ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ ആണ്. അതിന്റെ അർത്ഥം പെത്തഫിക് ലോറൻസ്, സ്റ്റഫോൾഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ ഇവർ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു തരാം. താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷന്റെ അംഗമല്ലാത്ത ആളെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മൗണ്ട് ബാറ്റൻ ആണ്. അതിന്റെ അർത്ഥം എന്താ? ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്തഫിക് ലോറൻസ്, സ്റ്റഫോൾഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാ? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായത് ബോംബെയാണ്. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ബോംബെയാണ്. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഗാന്ധിജി. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാ? ഗാന്ധിജിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്ന വ്യക്തിത്വമാരാണ്? മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ക്യാബിനറ്റ് മിഷനിൽ അംഗമായിട്ടുള്ള ആരൊക്കെയാണ്? പെത്തഫിക് ലോറൻസ്, സ്റ്റഫോൾഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ബോംബെയാണ്. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. പഠിക്കുക. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചതാരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തതെന്ന് ചോദിച്ചാല് 1858 നിയമമായിരുന്നു കേട്ടോ. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ 1858 നിയമപ്രകാരം. ഇന്ത്യയിൽ ദ്വിഭരണം അഥവാ ഡയാർക്കി അവതരിപ്പിച്ച നിയമം എന്ന് ചോദിച്ചാൽ 1909 നിയമമായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി അവതരിപ്പിച്ച നിയമം എന്ന് ചോദിച്ചാൽ അത് 1909 നിയമമായിരുന്നു. എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1927 നവംബറിലായിരുന്നു. എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1927 നവംബറിലാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് എന്നാണ്? 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് എന്നു ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആര്യ സമാജം സ്ഥാപിച്ചതാരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ 1858 നിയമപ്രകാരം. ഇന്ത്യയിൽ ദ്വിഭരണം അഥവാ ഡയാർക്കി അവതരിപ്പിച്ച നിയമം എന്ന് ചോദിച്ചാൽ 1909 നിയമമായിരുന്നു. എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1927 നവംബറിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് എന്നാണ് ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി. പഠിക്കുക. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരബിന്ദ് ഘോഷാണ്. പഠിച്ചോളനെ. ആഗസ്റ്റ് 15 ജന്മദിനമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് അരബിന്ദ് ഘോഷാണ്. ജനഗണമനയ്ക്ക് സംഗീതം പകർന്നത് റാം സിംഗ് ഠാക്കൂർ ആണ്. ജനഗണമനയ്ക്ക് സംഗീതം പകർന്ന വ്യക്തി ആരാണ്? റാം സിംഗ് ഠാക്കൂർ ആണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത താഴെ പറയുന്നതിൽ വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ ഉത്തരം കേളപ്പനാണ്. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റിനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികന്റെ പേരാരാണ്? മംഗൽ പാണ്ഡെയാണ്. പഠിച്ചോളനെ. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റിനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗൽ പാണ്ഡെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജ അല്ലാത്ത ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബെസന്റ് ആണ്. തെറ്റിപ്പോവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും ഇന്ത്യൻ വംശജ അല്ലാത്തതുമായിട്ടുള്ള വനിത ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
ആഗസ്റ്റ് 15 ജന്മദിനമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് അരബിന്ദ് ഘോഷാണ്. ജനഗണമനയ്ക്ക് സംഗീതം പകർന്നത് റാം സിംഗ് ഠാക്കൂർ ആണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജുട്ടന്റിനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികന്റെ പേരെന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജയല്ലാത്ത ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ് ആണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ ജി.പി. പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാ? അത് ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. ഗാന്ധിജി വെറുമൊരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടകരമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേതാണ്? ജോർജ് ബെർണാഡ് ഷായുടെയാണ് കേട്ടോ. പഠിച്ചോളനെ. ഗാന്ധിജി വെറുമൊരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേതാണ്? ജോർജ് ബെർണാഡ് ഷായുടേതാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ മുദ്രാവാക്യമാണിത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സുഭാഷ് ചന്ദ്രബോസിന്റെ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ വനിത ആരായിരുന്നു? കൗമുദി ടീച്ചർ ആയിരുന്നു. പഠിച്ചോളനെ. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ വനിതയാരെന്ന് ചോദിച്ചാൽ അത് കൗമുദി ടീച്ചറാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഏത് ജയിലിൽ വെച്ചിട്ടാണ്? ലാഹോർ ജയിലിൽ വെച്ചിട്ട്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഏത് ജയിലിലാണെന്ന് ചോദിച്ചാൽ അത് ലാഹോർ ജയിലിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാരെന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേതാണെന്ന് ചോദിച്ചാൽ ജോർജ് ബെർണാഡ് ഷായുടേതാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ വനിതയാരായിരുന്നു? കൗമുദി ടീച്ചറായിരുന്നു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ ഏത് ജയിലിലാണെന്ന് ചോദിച്ചാൽ അത് ലാഹോർ ജയിലിലാണ്. പഠിക്കുക. ബി.ആർ. അംബേദ്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. പഠിച്ചോളെ. ബി.ആർ. അംബേദ്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭം അറിയപ്പെടുന്ന പേര് സ്വദേശി പ്രസ്ഥാനം. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ലാലാ ലജ്പത് റായി ആണ്. പഠിച്ചോളനെ. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുടെ ആഹ്വാനമാണ്? ഉത്തരം ദയാനന്ദ സരസ്വതിയുടെ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുടെ ആഹ്വാനമാണെന്ന് ചോദിച്ചാൽ അത് ദയാനന്ദ സരസ്വതിയുടെ. 1857 വിപ്ലവം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞത് വി.ഡി. സവാർക്കർ ആണ്. പഠിച്ചോളനെ. 1857 വിപ്ലവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാണ്? വി.ഡി. സവാർക്കർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബി.ആർ. അംബേദ്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭം സ്വദേശി പ്രസ്ഥാനം. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ലാലാ ലജ്പത് റായി ആണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുടെ ആഹ്വാനമാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. 1857 വിപ്ലവം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞത് വി.ഡി. സവാർക്കർ ആണ്. പഠിക്കുക. പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അരബിന്ദ് ഘോഷാണ്. പഠിച്ചോളനെ. പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? അരബിന്ദ് ഘോഷാണ്. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.ജി. റാനഡെയാണ്. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാരാണ്? എം.ജി. റാനഡെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് ഗുജറാത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് മഹാദേവ് ദേശായി ആണ് കേട്ടോ. പഠിച്ചോളനെ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് മഹാദേവ് ദേശായി ആണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകൾ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അരബിന്ദ് ഘോഷാണ്. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.ജി. റാനഡെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്.
മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? മഹാദേവ് ദേശായി ആണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. പഠിക്കുക. ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിത്വമാരാണ്? ബാലഗംഗാധര തിലകനെയാണ്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചതാരാണ്? കൻവർ സിംഗ്. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. 1918 ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചതാരാണെന്ന് ചോദിച്ചാൽ അത് BP വാഡിയയാണ്. 1918 ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് BP വാഡിയയാണ്. ചരിത്രപ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? അംബികാചരൺ മംജുദാർ ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ചരിത്രപ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അംബികാചരൺ മംജുദാർ ആണ്. ചരിത്രപ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അംബികാചരൺ മജൂംദാർ ആണ്. ചരിത്ര പ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാ? അംബികാചരൺ മജൂംദാർ ആണ്. ചിറ്റഗോങ് ആയുധശാല ആക്രമണത്തിന്റെ സൂത്രകാരൻ എന്നറിയപ്പെടുന്നത് സൂര്യ സെൻ ആണ്. പഠിച്ചോളനെ, ചിറ്റഗോങ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്തത് അല്ലെങ്കിൽ സൂത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് സൂര്യ സെൻ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിത്വമാരാണ്? ബാലഗംഗാധര തിലകനാണ്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. 1918 ഇന്ത്യയിലെ ആദ്യ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചതാരാണ്? BP വാഡിയയാണ്. ചരിത്ര പ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാണ്? അംബികാചരൺ മജൂംദാർ ആണ്. ചിറ്റഗോങ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ സൂത്രധാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? അത് സൂര്യ സെൻ ആണ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമല്ലാത്ത പ്രസ്ഥാനം ഏതാണ്? ഭൂദാന പ്രസ്ഥാനമാണ്. അതിന്റെ അർത്ഥം നിയമലംഘന പ്രസ്ഥാനവും ചമ്പാരൻ സമരവും ഉപ്പു സത്യാഗ്രഹവും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയില് ഗാന്ധിജിയുമായി ബന്ധമല്ലാത്തത് ഏതാണ്? ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഭൂദാന പ്രസ്ഥാനമാണ്. ബാക്കിയുള്ള നിയമലംഘന പ്രസ്ഥാനമായിക്കോട്ടെ, ചമ്പാരൻ സമരമായിക്കോട്ടെ, ഉപ്പു സത്യാഗ്രഹമായിക്കോട്ടെ, ഇതെല്ലാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമായിക്കൊണ്ട് മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ആരെ ഉദ്ദേശിച്ചാണ് ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ് കേട്ടോ. പഠിച്ചോളനെ, ആരെ ഉദ്ദേശിച്ചാണ് ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ആരെ പറ്റിയാണ്? ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ്. മുസ്ലിം ലീഗിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിൽ വെച്ചാണ്. എന്നാണ്? 1907 കേട്ടോ. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ചാ? കറാച്ചിയിൽ വെച്ചാണ്. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് മാതൃക അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ 1955 ആവടി സമ്മേളനത്തിൽ വെച്ച്. പഠിച്ചോളനെ, ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃക അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ 1955 ആവടി സമ്മേളനത്തിൽ വെച്ചിട്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമല്ലാത്ത പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഭൂദാന പ്രസ്ഥാനമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാരെന്ന് ചോദിച്ചാൽ വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ആരെ ഉദ്ദേശിച്ചാണ് ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് മഹാത്മാഗാന്ധി ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ടാണ്. മുസ്ലിം ലീഗിന്റെ ആദ്യ വാർഷിക സമ്മേളനം 1907 നടന്നത് കറാച്ചിയിൽ വെച്ചാണ്. ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃക അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് 1955 ആവടി സമ്മേളനത്തിൽ വെച്ചാണ്. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? JC കുമാരപ്പ കമ്മിറ്റി പ്രകാരം. പഠിച്ചോളനെ, സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ JC കുമാരപ്പ കമ്മിറ്റിയുടെ
റിപ്പോർട്ട് പ്രകാരം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്ന നിയമജ്ഞനാരായിരുന്നു? അത് BN റാവു ആയിരുന്നു. പലരും തെറ്റിക്കുന്ന പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞനാരായിരുന്നു? അത് BN റാവു ആയിരുന്നു. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഝാൻസി റാണിയെ പറ്റിയിട്ടായിരുന്നു. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഝാൻസി റാണിയെ കുറിച്ചാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ചൗരി ചൗര സംഭവം. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ JC കുമാരപ്പ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞനാരെന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഝാൻസി റാണിയെ കുറിച്ചാണ്. മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം വീരരാഘവാചാരി. മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാരാണ്? വീരരാഘവാചാരി. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിളിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിളിച്ചത് ആരാ? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണത്തിന്റെ ആസ്ഥാനമായി കരുതപ്പെടുന്ന സ്ഥലം അത് പുതുച്ചേരി ആയിരുന്നു. ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണത്തിന്റെ ആസ്ഥാനമായിരുന്ന സ്ഥലം എവിടെയായിരുന്നു? അത് പുതുച്ചേരി ആയിരുന്നു. ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ്. പഠിച്ചോണേ, ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡുകൾ പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. ഏത് വർഷമാണ് ബോംബെയിൽ റോയൽ ഇന്ത്യ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയെന്ന് ചോദിച്ചാൽ അത് 1946. നമ്മൾ നാവിക കലാപം എന്ന് പറഞ്ഞ് പഠിക്കൂലേ സുഹൃത്തുക്കളെ, ആ സംഭവം തന്നെയാണ്. ഏത് വർഷമാണ് ബോംബെയില് റോയൽ ഇന്ത്യ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്? സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? നാവിക കലാപം നടന്ന വർഷം ചോദിച്ചാൽ അത് 1946 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മദ്രാസ് മഹാജനസഭ എന്ന സംഘടന രൂപം നൽകിയത് ആരാണ്? വീരരാഘവാചാരിയാണ്. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിളിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണത്തിന്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുതുച്ചേരിയാണ്. ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ഇംഗ്ലീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ്. ഏത് വർഷമാണ് ബോംബെ റോയൽ ഇന്ത്യ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയെന്ന് ചോദിച്ചാൽ 1946 പഠിക്കുക. 1928 സർദാർ പട്ടേൽ എവിടെയാണ് കർഷക പ്രസ്ഥാനം നയിച്ചതെന്ന് ചോദിച്ചാൽ അത് ബർദോളിയിലാണ്. പഠിച്ചോളനെ, 1928 സർദാർ വല്ലഭായ് പട്ടേൽ എവിടെയാണ് കർഷക പ്രസ്ഥാനം നയിച്ചതെന്ന് ചോദിച്ചാൽ അത് ബർദോളിയിലാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ ഭരിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരായി മുഴങ്ങിയ ഈ വാക്യം ആരുടേതാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറിന്റേതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചതെന്ന് ചോദിച്ചാൽ ബെൽഗാം സമ്മേളനം. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചതെന്ന് ചോദിച്ചാൽ അത് ബെൽഗാം സമ്മേളനം. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക് ആരുടേതാണ് ഈ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, അത് ശക്തിയുടെ വാക്കാണ് എന്ന് ആരുടെ വാക്കുകളാണിത്? ജവഹർലാൽ നെഹ്റുവിന്റെ. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചതാരാണ്? സരോജിനി നായിഡു ആണ്. പഠിച്ചോളനെ, ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ, അതായത് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചതാരാണ്? സരോജിനി നായിഡു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 1928 സർദാർ വല്ലഭായ് പട്ടേൽ എവിടെയാണ് കർഷക പ്രസ്ഥാനം നയിച്ചതെന്ന് ചോദിച്ചാൽ ബർദോളി. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചതെന്ന് ചോദിച്ചാൽ ബെൽഗാം സമ്മേളനം. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക് ആരുടെയാണ് ഈ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ.
ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചതാരാണ്? സരോജിനി നായിഡുവാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരബിന്ദ ഘോഷാണ്. പഠിച്ചോളനെ. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാരാ? അരബിന്ദ ഘോഷാണ്. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി.ഡി. സവാർക്കർ ആണ്. പഠിച്ചോളനെ. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? വി.ഡി. സവാർക്കർ ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ഏതിന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയെന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. എന്തിന്റെ പരാജയത്തിനെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയെന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിതമായത് 1943 ജൂലൈയിലാണ്. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിതമായതെന്നാണ് 1943 ജൂലൈയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാരാണ്? അരബിന്ദ ഘോഷാണ്. അഭിനവ ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വി.ഡി. സവാർക്കർ ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഏതിന്റെ പരാജയത്തെ തുടർന്നാണ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയെന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. ആസാദ് ഹിന്ദ് ഫൗജി സ്ഥാപിതമായത് 1943 ജൂലൈയിലാണ്. പഠിക്കുക. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.